വിനോദ് ചാനലിൻ്റെ നക്ഷത്രങ്ങളിലേക്കെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഇടവകയിൽ ഇങ്ങനെ ഒരു ചാനലിന് രൂപം കൊടുക്കാനും ഈ ആഗമന കാലത്ത് നക്ഷത്രങ്ങളുടെ സന്ദേശം അറിയിക്കുകയും ഈ വിശ്വാസികളെ മുഴുവൻ ഓർമ്മപ്പെടുത്താനും ശ്രമിക്കുന്ന നമ്മുടെ വിനോദ് ചാനലിലെ മുഴുവൻ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതേപോലെ എന്നെ ഈ ഒരു എളിയ സന്ദേശത്തിന് വിളിച്ച ഈ ചാനലിലെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. നക്ഷത്രങ്ങൾ നമുക്കെന്നും വളരെ ഏറെ ഭംഗിയുള്ള കാഴ്ചകൾ നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. ക്രിസ്തുവിൻ്റെ ജനനം എല്ലാവരും അറിയണമെന്ന് സർവശക്തനായ പിതാവ് ആഗ്രഹിച്ചിരുന്നു. ജ്ഞാനികളായ വാനനിരീക്ഷകരും രാജാക്കന്മാരും ദൈവം അവരെയൊക്കെ അറിയിച്ചത് ഒരു നക്ഷത്രത്തിൻ്റെ അടയാളത്തിലൂടെയാണ്. അതേപോലെ തന്നെ സാധാരണക്കാരായ ആട്ടിടയന്മാരെ ഒരു വാർത്തയും അത്ര പെട്ടെന്ന് അറിയാൻ സാധ്യതയില്ലാത്ത ഒരു പറ്റം ആട്ടിടയന്മാരെ അവരെ അറിയിച്ചത് ദൈവത്തിൻ്റെ ദൂതന്മാർ നേരിട്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണുണ്ടായത്, നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ, നമുക്കെല്ലാവർക്കും സമാധാനം തരുന്ന ലോകരക്ഷകൻ ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു എന്നുള്ള ആ സദ്വാർത്ത. അപ്പോൾ ആ രണ്ട് തരത്തിലുള്ള ആൾക്കാരെയും, എല്ലാ മേഖലയിലുള്ള ആൾക്കാരെയും അറിയിക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു. അറിയിക്കണമെന്നും അറിയണമെന്നും ദൈവത്തിന് നിർബന്ധമുണ്ട്. നക്ഷത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവർക്കും പറയാൻ ഒരു ബാല്യകാലമുണ്ട്. എനിക്കുള്ളത് എൻ്റെ ചെറുപ്പകാലത്ത് ഒരു 30-35 വർഷത്തെ പഴക്കമുള്ള കഥയാണ്. അതിലേക്ക് പോകുമ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിൽ എൻ്റെ അമ്മാവൻ നക്ഷത്രം ഉണ്ടാക്കുന്നതും നക്ഷത്രത്തിൻ്റെ കൂടെ ഒരു ആകാശവിളക്ക്, മേശവിളക്ക് എന്ന് പറയുന്ന ഒരു വലിയ ഗോപുരം പോലെയുള്ള കടലാസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വലിയ ഭംഗിയുള്ള വിളക്കുകളുണ്ട്. അതിന് ശരിക്കുള്ള പേരെന്താണെന്നറിയില്ല, എങ്കിലും അത് ഭയങ്കര മനോഹരമാണ്. ഇത് വലിയ പള്ളിയുടെ ആകൃതിയിലും അതിലെ കുരിശൊക്കെ വെച്ച് വലിയ ഗോപുരമുള്ള പട്ടം ആകൃതി, അത് റൗണ്ടിലിങ്ങനെ കാറ്റത്ത് കറങ്ങും. അപ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ വിളക്ക് വെക്കും. അത് പഴയ എൻ്റെ ഒപ്പമുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെ ഒന്നും ഈ നമ്മുടെ കാഴ്ചയിൽ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കാണാറില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് എൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന വിളക്ക് ഈ തിരിയിട്ട് എണ്ണ കത്തിച്ച്, ഈ മണന്ന വിളക്കാണുള്ളത്, തിരിയിട്ട് കത്തിക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റിനും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പേപ്പർ ഒട്ടി. ഇതിൽ വിശുദ്ധന്മാരുടെ പടങ്ങളും കുതിരകളും പപ്പാഞ്ഞിയും ഉണ്ണീശോയും ഒക്കെ ഈ വിളക്ക് കത്തുന്നതോടുകൂടി ഇതിങ്ങനെ കറങ്ങാൻ തുടങ്ങും. ഇത് വലിയ ഉയരത്തിൽ, വലിയ മാവിൻ്റെയൊക്കെ ഉയരത്തിൽ ഇത് വലിച്ചു കെട്ടി. ഇതിന് എത്ര ദിവസത്തെ പ്രയത്നമുണ്ടെന്ന് നമുക്കിപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. കാരണം ഇതൊന്നും വാങ്ങിക്കുന്നതല്ല. ഓരോ വസ്തുവും മുളയാണെങ്കിലും അടക്കാവരമാണെങ്കിലും ഒക്കെ ചീവി റെഡിയാക്കി ഒട്ടിച്ച് ഇതിൽ വിളക്ക് വെച്ച് ഭയങ്കര ഭംഗിയായിട്ട് അമ്മാവൻ ഇത് ഉണ്ടാക്കുമായിരുന്നു. ഇത് കൂടാതെ ഒരു നക്ഷത്രം അദ്ദേഹം അമ്മാവൻ വീടിൻ്റെ മുറ്റത്ത് ഇടും. വാതിക്കൽ തന്നെ ഒരു നക്ഷത്രം ഇടും. അപ്പോൾ ഞാൻ തമാശക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി ഇങ്ങനെ ഒരു വിളക്കുണ്ടാക്കണം, അതിൻ്റെ കൂടെ ഒരു നക്ഷത്രത്തിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷെ അന്ന് അമ്മാവൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഓർമ്മയിൽ കിടക്കുകയാണ്, നമ്മുടെ ക്രിസ്മസ് അല്ലേ, ക്രിസ്മസിൻ്റെ പ്രതീകമാണ് നക്ഷത്രം, അത് വേണം. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അത് ആലോചിക്കുന്നത്. പല പുസ്തകങ്ങളിലൂടെ വായിച്ചും മനസ്സിലാക്കിയും നമ്മൾക്ക് മനസ്സിലായത്, നക്ഷത്രം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നു. നമ്മുടെ വീട്ടിൽ ഒരു നക്ഷത്രം തെളിയിക്കുമ്പോൾ നമ്മളോട് പറയുന്നു, നമ്മുടെ ഇത് കാണുന്ന മറ്റുള്ളവരോടും പറയുന്നു, ഈ വീട്ടിൽ ക്രിസ്തുവുണ്ട്, ഇവിടെ ഒരു ഔസേപ്പിതാവുണ്ട്, ഇവിടെ ഒരു മാതാവുണ്ട്. ഈ ഒരു സന്ദേശം നമുക്ക് നക്ഷത്രം തൂക്കുമ്പോൾ ഉണ്ടായാൽ എത്ര മനോഹരമാണ്. 4 പ്രതീകങ്ങളാണ് നമ്മളെ വിശ്വാസികളെ സംബന്ധിച്ച്, ക്രൈസ്തവരെ സംബന്ധിച്ച് നക്ഷത്രം നമ്മളോട് പറയുന്നത്. ഒന്ന്, സമാധാനത്തിൻ്റെ പ്രതീകമാണ്, സന്തോഷം നൽകുന്നതാണ്, സൗഖ്യം നൽകുന്നതാണ്. അങ്ങനെ നമുക്ക് തരുന്ന ഈ പ്രതീകങ്ങളെല്ലാം നമ്മൾ ഈ നക്ഷത്രം നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ തൂക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകണം. മറ്റുള്ളവർക്ക് ദർശിക്കാൻ നമ്മളുടെ പ്രവർത്തനത്തിലൂടെ കാണണം. എൻ്റെ വീട്ടിൽ സമാധാനമുണ്ട്, ഈ നക്ഷത്രം എനിക്ക് സൗഖ്യം തരുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒരു പ്രതീക്ഷയാണ്, പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന, സന്തോഷം നൽകുന്നതാണ്. ഇങ്ങനെയുള്ള ഈ 4 പ്രതീകങ്ങൾക്ക് നമുക്ക് നമ്മുടെ കാഴ്ചയിൽ നക്ഷത്രം എന്നും സന്തോഷത്തോടെ ഉദിച്ചു നിൽക്കാൻ നമ്മുടെ ഭവനത്തിലെന്നും നമ്മുടെ ഇടവകയിലും മുഴുവൻ ജനങ്ങൾക്കും
ഈ സന്ദേശത്തോടുകൂടി നക്ഷത്രം തൂക്കാനിടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഈ നക്ഷത്രത്തിൻ്റെ ഈ ആഗമന കാലത്ത് നക്ഷത്രത്തിൻ്റെ ഈ മേന്മ നമ്മളത് മനസ്സിലാക്കിയാൽ എത്ര മനോഹരമായിട്ടാണ് ഈ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാൻ പറ്റുക. ഈ വഴികാട്ടിയായ നക്ഷത്രം ജ്ഞാനികളായ രാജാക്കന്മാരെയും വാനനിരീക്ഷകരെയും ഒക്കെ വഴികാട്ടി നമ്മുടെ ബെത്ലഹേമിൽ ഉണ്ണീശോയെ ദർശിച്ചത് ഔസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും കൂടെ നിന്നാണ് അവർക്ക് കാണാൻ പറ്റിയത്. അതേപോലെ ഈ കുടുംബത്തിൽ ഔസേപ്പിതാവുണ്ടെന്നും മാതാവുണ്ടെന്നും നക്ഷത്രം തെളിയിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ സാധിക്കണം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ഒരു ചിന്തയോടുകൂടി നക്ഷത്രം തൂക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഈ സന്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ട് നമ്മുടെ ഇടവകയിലെ മുഴുവൻ വിശ്വാസികളും സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആ ഒരു പ്രത്യാശയോടെ ഈ വർഷത്തെ മനോഹരമായ ഒരു ക്രിസ്മസ് നിങ്ങൾക്കെല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ